भाई എല്ലാവർക്കും ഹായ് बोलो ഹായ് ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. പ്രിയമുള്ളവർ, ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നോക്കി, ഇവിടെ ഒരു ബിൽഡിങ് വരാൻ പോകുക കേട്ടോ. നമ്മളെ പുതിയൊരു ബിൽഡിങ്ങാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഇതിൻ്റെയൊക്കെ സംഭവം പറയുക ഭയങ്കര ഇതാണ്. നമ്മളോടൊക്കെ ഒരു ബിൽഡിങ് വരികയാണെങ്കിൽ അവിടെ പൂജാരി വേണം, കുറ്റിയടിക്കാൻ തങ്ങൾ വേണം, മോലിയർ വേണം, എന്തൊക്കെ വേണം. ഇവിടെ കോണം കെട്ടിയ രണ്ട് പാകിസ്ഥാനികൾ വന്ന് ഒരു കയർ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടി കവായി ആ പോലെ എടുത്ത് ആ മാപ്പിൻ്റെ പേപ്പറുണ്ട്, ആ പേപ്പർ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തോണ്ടിയാണ് ഇടും. അതിൻ്റെ ഇടയിൽ ഇവർ ബ്ലോക്ക് കൊടുന്നു, മണൽ കൊടുന്നു, ഇറക്കി. ഇപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടിയിടും. ബ്ലോക്ക് ബലങ്കിൽ 2 വരി വെക്കുക, അതിൻ്റെ മേലെ നീളത്തിൽ വെച്ചടുക്ക് കിട്ടും. അതുതന്നെയാണ് ബൗണ്ടീഷൻ ചുമര്. അങ്ങനെ എന്തിനു പറയണേ, പിന്നെ അത്രയുള്ള പരിപാടി. ഇവിടെ ആണെങ്കിൽ കിണർ ഒഴിക്കാൻ തേങ്ങ ഉരുട്ടലോ അങ്ങനത്തെ ഒരു പരിപാടിയില്ല കേട്ടോ. വളരെ രസമാണ്. നമ്മളടുത്തൊക്കെ ഓരോ മാമൂലുകൾ, നമ്മളെ കാര്യങ്ങൾ ആലോചിച്ചാൽ വളരെ രസമാണ്. എൻ്റെ കപിലിൻ്റെ പിന്നെ ഭാര്യ പ്രസവിച്ചിട്ട് ആസ്പത്രിയിൽ കടന്നിട്ടുള്ളൂ, പിന്നെ വീട്ടിലൊന്നും കടന്നിട്ടില്ല. എൻ്റെ അവിടെയൊക്കെ നമ്മളവിടെയൊക്കെ 40 ദിവസം തിരിയാനും മറിയാനും വളരെ നേരമ്പ് കിട്ടും. 99 നേരമ്പ് 220 നേരമ്പൊക്കെയാണ് നാട്ടിൽ. ഇവിടെ അങ്ങനത്തെ സമ്പ്രദായങ്ങളില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നമ്മളവിടെയൊക്കെ ഉള്ള മാമൂലുകളെ പറ്റിയിട്ടാണ് കേട്ടോ. ഒന്നും വിചാരിക്കൊന്നും വേണ്ട. അപ്പോൾ വെള്ളം ഇല്ലായിരുന്നു, ഇതാ വെള്ളത്തിൻ്റെ വണ്ടി വന്നു, വെള്ളം അടിക്കുകയുണ്ട്. തമിഴ്നാട്ടുകാരനാണ്. അപ്പോൾ പ്രിയമുള്ള ചങ്കളോട് പറയുന്നത് എന്താണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആരും ഒന്നും വിചാരിക്കണ്ട പ്രിയമുള്ള ചങ്കളെ. അപ്പോൾ വണ്ടിയിൽ വെള്ളമെത്തി. അപ്പോൾ അങ്ങനെ വെള്ളം വന്നു, വെള്ളം നിറക്കുകയാണ്. ഞാൻ എൻ്റെ അടുത്ത് വെള്ളം കൊടുക്കൂലായിരുന്നു, അവർ കോൺട്രാക്ടർമാരല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളടുത്ത് പോയ വെള്ളമുണ്ട്, അപ്പോൾ ഇവിടെ ടാങ്കിൽ വെള്ളം അടിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. അപ്പോൾ ഇവിടുത്തെ മാമൂലുകൾ ഇങ്ങനെയാണ്. കുറ്റിയടിക്കാൻ ആളില്ല, പിന്നെ മൗലൂദില്ല, കുറ്റൂസല്ല, പായസം കാച്ചലില്ല, പാല് കാച്ചലില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങോട്ട് വെടിയൊക്കാണ്ട് വെക്കുക, എന്നാലും ഒരു കല്ല വർക്കത്തെ. നമ്മളവിടെ കന്നിമൂലുണ്ട്, വേറെന്തൊക്കെ മൂലുണ്ട്, ഒരുപാട് മൂലകളും മുക്കുകളുമുണ്ട്. അപ്പോൾ അതാണ് പ്രശ്നം കേട്ടോ. ഇപ്പോൾ ഇവിടെ 2 എണ്ണമാണ് കെട്ടാൻ പോണത്. അവിടെ ഒന്ന് ആളുകൾക്ക് അവിടെ പണിക്കാരനെ താമസിക്കാനും പിന്നെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാനും ബാത്റൂം കക്കൂസൊക്കെ അവിടെ. ഇവിടെ ഈ മുന്ന് ഭാഗത്ത് വന്ന് സിമെൻ്റ് അടുക്കി കൊടുത്ത് വലിയൊരു ഇസ്ത്രാഹ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ടാങ്ക് നിറഞ്ഞ വെള്ളം ബാലൻസ് ഇവിടെ തട്ടി വിടുകയാണ് കേട്ടോ. എല്ലാ ചങ്കളോടും പറയുന്നു, പ്രിയമുള്ളവരെ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒരുപാട് കിടിലം വീഡിയോയും ഒരുപാട് അറിവുകളും പറയാനുണ്ട്. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം. അപ്പോൾ ഞാനൊന്ന് പറയണം, നമ്മളവിടെയൊക്കെ വീട് കിട്ടുകയാണെങ്കിൽ കുറ്റിയടിക്കാൻ ആശാരി, കുറ്റിയടിക്കാൻ തങ്ങൾ, മോലിയർ ഇല്ല, പാകിസ്ഥാനികൾ വന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മാന്തിട്ടു. 2 ദിവസം കൊണ്ട് ഇവിടെ വീടായി വരും. ബ്ലോക്ക് ഇറക്കിയിട്ടാണ് ബൗണ്ടീഷൻ വെട്ടുന്നത്. മാർക്ക് ആദ്യം ചെയ്തിരുന്നു, സിമെൻറ്റ് കൊണ്ടാണ് മാർക്ക് ഇട്ടത് കേട്ടോ. സിമെൻറ്റ് ഇങ്ങനെ വെതറിയാണ് പോയി. അപ്പോൾ ഇവിടെ ആൾക്കാർ 2 ബൗണ്ടീഷൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏറെക്കുറെ ബൗണ്ടീഷൻ ആയ മാതിരിയിരിക്കും. ഞാൻ ബ്ലോക്കാണ് പൊറുക്കിയാക്കും, പിന്നെ അതെൻ്റെ പരിപാടി പെട്ടെന്നാവും. ബ്ലോക്കും മണൽ പടർന്നു, വെള്ളം പടത്തി. ആ വെള്ളം വരുന്നുണ്ടോ, വലിയൊരു വണ്ടിയിൽ വെള്ളം വന്നു. എവിടത്തെ രാമനാഥപുരം വെള്ളം കൊണ്ട് വന്നാണ് നമ്മളെ ടാങ്കിലെ. പിന്നെ ഇതിന് പെരപ്പണിക്ക് ഇവിടെ ടാങ്ക് ഉണ്ട്, അപ്പോൾ അതിക്ക് വെള്ളം നിറക്കാനാണ്. പെരപ്പണി ഇവിടെ റെഡി ആയിക്കൊണ്ടില്ല. പ്രിയമുള്ള ചങ്കളെ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു മജ്ലിസ് കെട്ടാൻ പോവാണ്. അപ്പോൾ ഈ മജ്ലിസ് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന സ്ഥലം കേട്ടോ. ഇവിടെ കെട്ടാൻ പോവുകയാണ്. അപ്പുറത്ത് ആൾ ക്വാർട്ടേഴ്സ്, സാധനങ്ങൾ വെക്കാൻ ഇവിടെ ഒരു മതിൽ വേറെ വരാനുണ്ട്. അതാണ് സംഭവം കേട്ടോ. അപ്പോൾ എല്ലാ ചങ്കളോടും പറയണമെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. മാമൂലുകളൊക്കെ കുറച്ച് ഒഴിവാക്കുക. അപ്പോൾ ഇതുപോലത്തെ പരിപാടിയൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാ ചങ്കളോട് പറഞ്ഞെന്താണ്, ഒരു ദിവസം വീണ്ടും പറയുകയാണ്. അപ്പോൾ വെള്ളം ആ ടാങ്ക് നിറഞ്ഞതിൻ്റെ ബാലൻസ് 60 റിയലാട്ടോ. ഒരു അലാക്കിൻ്റെ ലോറി വെള്ളത്തിന് വില. അപ്പോൾ അലാക്കിൻ്റെ ഒരു ടാങ്ക് വെള്ളത്തിന് ടാങ്കർ 60 റിയലാട്ടോ. അപ്പോൾ ഇവിടെ വലിയൊരു മജ്ലിസ് വരാൻ പോവാണ്.
ഇതിൻ്റെ അപ്പുറത്തുള്ള മജ്ലിസിൻ്റെ പോലെ ഇവിടെ വേറെ മജ്ലിസാണ്. ഇതാണ് ഈ ടാങ്കർ വണ്ടിക്ക് 60 വലിയ ടാങ്കറാണ്, 60. അപ്പോൾ അതാണ് സംഭവം തന്നെ. പക്ഷേ വെള്ളം അതുകൊണ്ട് ഇത് നമ്മളെ ടാങ്കാണ്. ഈ ടാങ്ക് ഇപ്പോൾ ഞങ്ങൾ വേറെ ആൾക്ക് വാടക കൊടുത്തുകൊണ്ടാണ്, സ്ഥലം അവിടെ മുറിച്ച് വാടക കൊടുത്ത് വരും ഓണറേ. ഇപ്പോൾ ഈ ഒരു തോട്ടം വന്നിട്ട് 3-4 തുണ്ടാക്കി വാടക കൊടുത്തു. ഇപ്പോൾ ഈ മണ്ണ് വെറുതെയാണ് കൊടുത്തിട്ടുള്ളൂ. 20,000 റിയാലാണ് ഒരു കൊല്ലത്തിനകത്ത്. അവരെന്നെ കിട്ടുക, അവരെന്നെ വാടക അതിൽ കഴിക്കുക. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ പ്രിയമുള്ള ചങ്കളോട് പറയാ, ഇന്നിപ്പോൾ അത് എടുക്കാൻ കാരണം എന്താ പറയുക, ഇവിടുത്തെ മാമൂലി ഞാൻ കുറച്ചു നേരം നോക്കി എഞ്ചിനീയർ ഇങ്ങനെ പേപ്പർ കൊടുത്തില്ല, ആ പേപ്പർ വെച്ചിട്ട് ചോട്ടാ എഞ്ചിനീയർ ഇങ്ങനെ എന്ന് പറഞ്ഞു. ഓല അങ്ങോട്ട് വരട്ടു. ആ വരണ്ടുന്നു ഈ ബ്ലോക്ക് അതിൽ അടുത്തു. അതന്നെ ബിൽഡിങ്, എല്ലാ ബിൽഡിങ്ങും ഈ ബ്ലോക്ക് കൊണ്ടാണ് ബൗണ്ടറീസ് ഇടല്. 2 വരി ചെരിച്ച് വെക്കും, വിലങ്ങിന് വെക്കും, അതിൻ്റെ മുകളിലൊരു ബീമിടും, പിന്നെ അതിൻ്റെ മുകളിൽ ബ്ലോക്ക് പിന്നെ നീളത്തിൽ കെട്ടും. ഇത്രയേ ഉള്ളൂ. ഇതൊരു കക്കൂസ് കുഴിപ്പ് ഉണ്ടാക്കിയ കേട്ടോ. കക്കൂസിൻ്റെ വെള്ളം നിറക്കാനും ടാങ്ക് ബാത്റൂം വെള്ളമൊക്കെ പോകാനുള്ളതും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ ഇവിടുത്തെ. വളരെ പ്രയാസം. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയി വരും വരെ എല്ലാവരോടും ബൈ ബൈ.